നമസ്കാരം. കോടതി പരിസരമാണെന്ന് പോലും ശ്രദ്ധിച്ചില്ല. സുപ്രീം കോടതിക്ക് മുന്നിൽ നായസ്നേഹിയുടെ കരണത്തടിച്ച് അഭിഭാഷകൻ. തെരുവ് നായ്ക്കളെ റെസിഡൻഷ്യൽ ഏരിയയിൽ നിന്ന് ഷെൽട്ടർ ഹോമുകളിലേക്ക് മാറ്റണമെന്ന സുപ്രീം കോടതി വിധിക്ക് പിന്നാലെയാണ് കോടതി പരിസരത്ത് നാടകീയ സംഭവങ്ങൾ നടന്നത്. ഇരുവിഭാഗവും തമ്മിലുള്ള തർക്കമൂത്ത് അഭിഭാഷകൻ ഒരാളെ മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിലും പ്രചരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം നടന്ന സംഭവത്തിന്റെ വീഡിയോയാണ് ഇപ്പോൾ പ്രചരിക്കുന്നതെന്നാണ് വിവരം. കോടതി ഉത്തരവ് പുറത്തു വന്നതിന് പിന്നാലെ കോടതിക്ക് പുറത്ത് നടന്ന ഏറ്റുമുട്ടലിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രചരിക്കുന്നത്. കോടതിക്ക് പുറത്ത് ആളുകൾ അഭിഭാഷകന് നേർക്ക് അലറുന്നതും ചീത്തവാക്കുകൾ പറയുന്നതും കേൾക്കാം. നോയിഡ, ഗാസിയാബാദ്, ഗുരുഗ്രാം എന്നിവയടങ്ങുന്ന ഡൽഹി ACR മേഖലയിൽ തെരുവ് നായ്ക്കൾക്ക് വേണ്ടി ഷെൽട്ടർ നിർമ്മിക്കണമെന്ന് കോടതി ഉത്തരവിട്ടിരുന്നു. ഷെൽട്ടറുകളിൽ CCTVയും സ്റ്റെറിലൈസേഷൻ സംവിധാനം, പ്രതിരോധ സംവിധാനങ്ങൾ എന്നിവയെ ഉറപ്പാക്കണമെന്നും കോടതി നിർദ്ദേശിക്കുകയും ചെയ്തിരുന്നു. ഇത് ചെയ്യുന്നത് ഞങ്ങൾക്ക് വേണ്ടിയല്ല, മറിച്ച് പൊതു താൽപര്യമനുസരിച്ചാണ്. ഇവിടെ വൈകാരികമായ ഇടപെടലുകൾക്ക് പ്രസക്തിയില്ല. എത്രയും വേഗം നടപടിയെടുക്കുകയാണ് വേണ്ടതെന്ന് ജസ്റ്റിസ് പർദിവാല വ്യക്തമാക്കിയിരുന്നു. എല്ലായിടത്തു നിന്ന് നായ്ക്കളെ പിടികൂടി ഷെൽട്ടറിലാക്കാനായിരുന്നു സുപ്രീം കോടതി കഴിഞ്ഞ ദിവസം ഉത്തരവിറക്കിയത്. നേരത്തെ വിഷയത്തിൽ അതിരൂക്ഷ വിമർശനവും കോടതി ഉന്നയിച്ചിരുന്നു. ഡൽഹിയിലെ എല്ലാ തെരുവ് നായ്ക്കളെയും ഉടൻ നീക്കം ചെയ്യണമെന്നായിരുന്നു സുപ്രീം കോടതി നിർദ്ദേശം. ഇതിനായി പ്രത്യേക സംഘത്തെ നിയോഗിക്കണമെന്നും ജസ്റ്റിസുമാരായ JB പർദിവാല, R മഹാദേവൻ എന്നിവരടങ്ങിയ ബെഞ്ച് നിർദ്ദേശിച്ചിരുന്നു. ദേശീയ തലസ്ഥാനത്തെ തെരുവുനായ ശല്യം അതിരൂക്ഷമാണെന്ന് ചൂണ്ടിക്കാട്ടിയ കോടതി ചില മൃഗസ്നേഹികളുടെ വികാരത്തിനനുസരിച്ച് കുട്ടികളെ ബലികൊടുക്കാൻ സാധിക്കില്ലെന്ന് വ്യക്തമാക്കി. പൊതുജന സുരക്ഷ സംബന്ധിച്ച ആശങ്കകൾ പെരുകുന്ന പശ്ചാത്തലത്തിൽ കൂടിയായിരുന്നു സുപ്രീം കോടതിയുടെ നിർണായകമായ ഇടപെടൽ. ഈ നടപടിയുമായി സഹകരിക്കാത്തതോ തടസ്സപ്പെടുത്താൻ ശ്രമിക്കുന്നതോ ആയ ഏതൊരു സംഘടനയ്ക്കും കടുത്ത പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്ന് കോടതി മുന്നറിയിപ്പും നൽകിയിരുന്നു. ഡൽഹിയിൽ നായ്ക്കളുടെ കടിയേറ്റ് പേവിഷബാധ സംബന്ധിച്ച് മരണമടയുന്ന കേസുകൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിലായിരുന്നു സുപ്രീം കോടതിയുടെ സുപ്രധാന ഉത്തരവ്. പേവിഷബാധയേറ്റ് മരിച്ചവരെ തിരികെ കൊണ്ടുവരാൻ മൃഗസ്നേഹികൾക്ക് സാധിക്കുമോ എന്ന ചോദ്യവും കോടതി ഉന്നയിച്ചിരുന്നു. വിഷയത്തിൽ വൈകാരികമായ വാദങ്ങൾക്ക് യാതൊരു പ്രസക്തിയുമില്ലെന്നും കോടതി വ്യക്തമാക്കി. മൃഗസ്നേഹികൾ ഒന്നിച്ചാൽ കടിയേറ്റ കുട്ടികൾക്കുണ്ടായ നഷ്ടം നികത്താൻ കഴിയുമോ എന്നും കോടതി ചോദിച്ചു. വർദ്ധിച്ചു വരുന്ന നായ്ക്കളുടെ ആക്രമണങ്ങളുടെയും പേവിഷബാധ മരണങ്ങളുടെയും പശ്ചാത്തലത്തിൽ എല്ലാ തെരുവ് നായ്ക്കളെയും ജനവാസ കേന്ദ്രങ്ങളിൽ നിന്ന് മാറ്റി പ്രത്യേക ഷെൽട്ടറുകളിൽ പാർപ്പിക്കണമെന്നായിരുന്നു സുപ്രീം കോടതി ഉത്തരവ്. വിഷയത്തിൽ കേന്ദ്ര സർക്കാരിന്റെ നിലപാട് മാത്രം പരിഗണിക്കുമെന്നും ഇതര കക്ഷികളുടെയോ സംഘടനകളുടെയോ ഹർജികൾ പരിഗണിക്കില്ലെന്നും ബെഞ്ച് തീർത്തു പറഞ്ഞിരുന്നു. നായ്ക്കളെ പുനരധിവസിപ്പിക്കാൻ ഡൽഹിയിൽ ഒരു സ്ഥലം കണ്ടെത്തിയിരുന്നെങ്കിലും മൃഗസ്നേഹികളായ പ്രവർത്തകരുടെ നിയമപരമായ ഇടപെടൽ മൂലം ആ പദ്ധതിക്ക് സ്തംഭനാവസ്ഥ നേരിട്ടതായി സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത കോടതിയെ ധരിപ്പിച്ചിരുന്നു. തെരുവ് നായ്ക്കളെ മാറ്റിപ്പാർപ്പിക്കാൻ ഡൽഹിയിൽ ഒരിടം കണ്ടെത്തിയിരുന്നുവെന്നും എന്നാൽ മൃഗസ്നേഹികൾ പദ്ധതിക്ക് സ്റ്റേ സമ്പാദിച്ചതിനെ തുടർന്ന് ഈ പദ്ധതി തടസ്സപ്പെടുകയാണെന്നും അദ്ദേഹം കോടതിയെ അറിയിക്കുകയായിരുന്നു. തുടർന്നാണ് വിഷയത്തിൽ സുപ്രീം കോടതി രൂക്ഷ വിമർശനം ഉന്നയിച്ചത്. തെരുവുകൾ പൂർണ്ണമായി നായ്ക്കളിൽ നിന്ന് മുക്തമാക്കണമെന്നും കോടതി വ്യക്തമാക്കി. നിലവിലെ നിയമപരമായ സങ്കീർണതകൾ മാറ്റിവെച്ച് അടിയന്തര പ്രാധാന്യത്തോടെ എല്ലാ നായ്ക്കളെയും കണ്ടെത്തി അഭയകേന്ദ്രങ്ങളിലേക്ക് മാറ്റാനുള്ള നടപടികൾ ദ്രുതഗതിയിലാക്കാൻ അമിക്കസ് ക്യൂറി ഗൗരവ് അഗർവാളിനോട് കോടതി ആവശ്യപ്പെടുകയും ചെയ്തു. റാബിസ് വാക്സിനുകളുടെ ലഭ്യത ഒരു പ്രധാന ആശങ്കയാണെന്നും കോടതി വിഷയം പരിഗണിക്കുന്നതിനിടയിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു. ഇത്തരം വാക്സിനുകൾ ലഭ്യമായ സ്ഥലം, വാക്സിനുകളുടെ സ്റ്റോക്ക്, പ്രതിമാസം ചികിത്സയ്ക്കായി റിപ്പോർട്ട് ചെയ്യുന്ന ആളുകളുടെ എണ്ണം എന്നിവയെക്കുറിച്ചുള്ള വിശദമായ വിവരങ്ങൾ നൽകാനും കോടതി നിർദ്ദേശിച്ചിരുന്നു.